ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും മോർണിംഗ് ഡ്യൂട്ടി ഈവനിങ് ഡ്യൂട്ടിയൊക്കെ വന്നിട്ട് ആർക്കൊന്നും നൈറ്റ് ഡ്യൂട്ടി ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തൊന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ റെഡ് സീ ഉണ്ട്. റെഡ് സീയുടെ അടുത്ത് ചെറിയ പാർക്ക് പോലെ ഉണ്ട്, അവിടെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് ഇവിടെ. അപ്പോൾ നമ്മളൊത്ത് ഓക്കെ ഡിസൈഡ് ചെയ്തു അവിടെ തന്നെ വെച്ച് കട്ട് ചെയ്യാമെന്ന്. എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡാണ്. എന്നാലും നമ്മുടെ ചെറിയ ചെറിയ എഫേർട്സ് ഒരാളുടെ ഹാപ്പിനെസ് ആണെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. അപ്പം നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ അവർക്ക് കൊടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കി നമ്മൾ ഡ്രൈവർ ചേട്ടന്മാരാണ് കേക്ക് കൊണ്ടുവന്ന് തരാറ്. അപ്പോൾ നമ്മൾ കേക്ക് കൊടുക്കാൻ പോവുകയാണ്. നോക്കാം. चल गए जो तेरे इश्क में तू मिल जाए जब भी हम कहे मैं तेनू भुल्ले नहीं कदे भी मैं तेनू भुल्ले नहीं जीवे मैं रब भुल्ले नहीं कदे. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, നമ്മളെല്ലാവർക്കും കൊടുത്തു. എല്ലാവരും കഴിച്ചു. എല്ലാവരും വിശന്നിരുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന്. അവളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി, പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ഈ നാടും വീടും ഒക്കെ വിട്ട് ഈ അബ്രോഡ് ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സൊക്കെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആക്കാൻ പറ്റുന്നത് എത്രത്തോളം ഹാപ്പിയാണെന്നവർക്ക്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലം തപ്പി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വെട്ടമൊക്കെ കണ്ടതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. പക്ഷെ അതെന്തോ പ്രെയർ ചെയ്യുന്ന സ്ഥലം പോലെ തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറിയില്ല. അപ്പോൾ കിട്ടിയ സ്ഥലത്ത് വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു എല്ലാവരും കൂടെ നിന്ന്. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്ലൈഡുണ്ട് പിള്ളേരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിനകത്ത് വലിഞ്ഞ് കയറി, നമ്മൾ കാണിക്കുമല്ലോ, വലിഞ്ഞ് കയറി. പിള്ളേർക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പിള്ളേർ നോക്കുക, അവരുടെ പ്ലേ ഗ്രൗണ്ട് മൊത്തം ഞങ്ങൾ കയ്യേറിയില്ലേ. പിന്നെ സ്ലൈഡിനകത്ത് ഇറങ്ങുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ആരെങ്കിലും അതിനകത്ത് സ്റ്റക്കാവുമെന്ന്. ബട്ട് ആരും സ്റ്റക്കായില്ല. കാരണം അത്രയും ഹൈറ്റും വെയിറ്റുള്ള ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഊർന്ന് സ്മൂത്തായിട്ട് ഇറങ്ങി പോന്നു. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതിനകത്ത് കൂടി ഇറങ്ങി വന്നപ്പോൾ. ആദ്യം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ സ്റ്റക്കായി പോകുന്നു. ബട്ട് ആരും സ്റ്റക്കായില്ല. പിന്നെ നമ്മൾ വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അവിടെ പാർക്കായതുകൊണ്ട് തന്നെ അങ്ങനെ വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഐസ്ക്രീമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു, എല്ലാവരും വിശന്നിരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചു. ഓൾറെഡി അത് കഴിച്ചു. എന്താണേലും ഫുഡ് വാങ്ങിച്ചാൽ മെയിൻ തിങ് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണല്ലോ. അപ്പോൾ ഓൾറെഡി കഴിച്ചത് കൊണ്ട് പിന്നെ ഉള്ളതൊക്കെ വെച്ച് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിച്ചു, ആസ്വദിച്ച് കഴിച്ചെന്ന് പറയാം ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ഇരുന്ന് തീറ്റി തുടങ്ങി. നിന്നും മടുത്തത് കൊണ്ട് ഞങ്ങൾ ഇരുന്നിട്ട് നമ്മൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. അന്നത്തെ സ്റ്റോറീസും നമ്മുടെ ഡ്യൂട്ടിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അവിടെ കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്തൊക്കെ കയറി കളിച്ചു. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 3 o'clock ആയി. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ബർത്ത്ഡേ ഗേളിനെ ബ്ലെസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.